ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കണത് എന്ത് കാണിക്കണത്, ഇത് നമ്മൾ സാധാ 4 വോൾട്ട് ബാറ്ററി കണ്ടങ്ങള് 4 വോൾട്ടിന്റെ ഒരു എച്ചിന്റെ ബാറ്ററി കാണുന്നത് കണ്ടങ്ങള്. ഇത് നമ്മളെ എമർജൻസി ഇതിലൊക്കെ വരുന്ന ബാറ്ററി, അതായത് ഇങ്ങനത്തെ എമർജൻസി ലൈറ്റുകളുണ്ടോ ഇതിലൊക്കെ വരുന്ന ബാറ്ററിയാണ് കണ്ടങ്ങള്. ഇതിലൊക്കെ ഇങ്ങനത്തെ ബാറ്ററി വരിക, അതേമാതിരി ഉണ്ടോ ഇതൊക്കെ ഇങ്ങനത്തെ ബാറ്ററി വരും കണ്ടങ്ങള്. ഇത് ബോർഡ് കംപ്ലൈന്റ് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആവില്ല, നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. അപൂർവ ആൾക്കാർ റിപ്പയർ ചെയ്ത് രണ്ടാമത് ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ബോർഡ് കംപ്ലൈന്റ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ബാറ്ററി സുഖാര്യം ചാർജ് ചെയ്യാം. അപ്പൊ അതാ ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങള്. അപ്പൊ ഇതിനൊക്കെ എന്താ വെച്ചാൽ ബോർഡും പോയിന് ബാറ്ററി പോയിന്, അങ്ങനെ കുറെ കേസുകളുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ചാർജ് ചെയ്ത് നോക്കിയാൽ നമുക്ക്, അപ്പൊ നമ്മള് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ഇതിന് ചെയ്ത് കാണിച്ചു തരാം. ഇതിന് ആണുങ്ങളെ ഇത് ചെറുതാണ്, 4 വോൾട്ട് ആണുങ്ങളെ, ചെറിയ ബാറ്ററിയാണ് കേട്ടോ. അപ്പൊ ഇത് പിന്നെ ചാർജ് തന്നെ കാണിച്ചു തരാം. അപ്പൊ ഇതേ ഇതിനെന്തൊക്കെ വരും കേട്ടോ സംഭവം. അത് നമുക്ക് ഫസ്റ്റ് വേണം, നമുക്ക് 4000 ഡയോഡ് വേണം. അതായത് 4000 ഡയോഡ് നിങ്ങള്. ഇതില് ഈ 2 ഭാഗമാണ്, ഒന്നൊരു വെള്ള ലൈന് കാണുന്നതാ, ഒരു സിൽവർ കളർ വരങ്ങള് ഈ ഭാഗത്താ ഈ കാണുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം ഉണ്ട്, ഈ ഭാഗം നമുക്ക് ഈ ബാറ്ററിയുടെ മാർക്ക് ചെയ്തിട്ടാണ് പ്ലസ് മൈനസ് കണ്ടോ. ഇതിൽ പോസിറ്റീവ് ഭാഗത്ത് ഇങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കട്ടെ. അതേമാതിരി വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടില്ലേ, ഇതേ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത് കേട്ടോ സോൾഡർ ചെയ്യുമ്പോ, കണ്ടില്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു LED വേണം. അത് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ LED ഇവിടെ തെളിയും കേട്ടോ. അപ്പൊ നമുക്ക് ചാർജ് കയറുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അതായത് അപ്പൊ LED നീളം കൂടി കാണുന്ന പോസിറ്റീവ് വരിക, ഈ നീളം കുറഞ്ഞ നെഗറ്റീവ് ആയിട്ട് വരിക. അപ്പൊ നേരെ എന്ത് ചെയ്യാം, നമ്മളിത് ഇങ്ങനെ മടക്കി കൊടുക്കാം നമുക്ക്, കണ്ടില്ലേ. അപ്പൊ ഇതിൽ നീളം കുറഞ്ഞ കാണുന്നുണ്ടല്ലോ, അതായത് നെഗറ്റീവ് കേട്ടോ. നെഗറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാറ്ററി നെഗറ്റീവുമായിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുക. കണ്ടങ്ങള് ഇതേ തന്നെ ചെയ്തെടുക്കുക, കണ്ടില്ലേ ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടത്, അപ്പൊ ഇനി നമുക്കൊരു 470 ഹോംസ് റൈസർ വേണം നമുക്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാല് അല്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. എന്നാൽ നമുക്ക് LED പോസിറ്റീവ് ഇതാ. അപ്പൊ ഇതിങ്ങനെ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഇങ്ങനെ. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കുക. കണ്ടത്രേ ഉള്ളു നമ്മളെ പരിപാടി, കണ്ടില്ലേ. ഇനി നമുക്ക് ഏറുള്ള കാലം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് ഇത് ചാർജ് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി പോകണത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇതേപോലെ ചാർജർ എടുക്കുക. ഒന്നെങ്കിൽ പഴയതാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക കേബിൾ കേട്ടോ, അല്ലെങ്കിൽ ഇതേമാതിരി പിന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. 10 രൂപ റേറ്റ് വരും കേട്ടോ അങ്ങനത്തെ പിന്നിന്. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇതേമാതിരി കൊടുത്താൽ കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വയറ് സോൾവ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേ പഴയ കേബിളാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്യുക. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 4 വയറുണ്ടാവും. ഇതിൽ നിങ്ങൾ ഇത് കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു റെഡ്, ബ്ലാക്ക്, ഒരു ഗ്രീന്, ഒരു വൈറ്റ് അങ്ങനെയുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ റെഡ് കൊടുക്കുക, ബ്ലാക്ക് കൊടുക്കുക, അങ്ങനെ. മറ്റേ വയറ് വേണ്ട കേട്ടോ. അല്ലെങ്കിൽ ഇതേമാതിരി പിന്നിട്ട് കൊടുത്താൽ മതി, തന്നെ വയറ് കട്ട് ചെയ്യുന്ന ആവശ്യമില്ല. പക്ഷെ പഴയ ചാർജറൊക്കെ ആണെങ്കിൽ അധികം ഇവിടെ കംപ്ലൈന്റ് ആണെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിന് 2 വയറാണ് ഉണ്ടാകുക, ഇത് 2 വയറാണ് ഉണ്ടാകുക. അല്ലാതെ ഇതിൽ പിന്നെ റെഡാണ് പോസിറ്റീവ് വരിക, ഈ വൈറ്റ് നെഗറ്റീവായിട്ട് വരിക, അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് എന്താ അറിയോ, ഈ പിന്നെ ഡയോഡിന്റെയും ഈ റൈസറിന്റെ ഭാഗം ഉണ്ടല്ലോ, ഞാൻ സൂമിൽ തന്നെ കാണിച്ചു തരാം. കണ്ടില്ല, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പോസിറ്റീവ് സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടില്ല ഇങ്ങനെ. എന്നിട്ട് നമുക്ക് ഈ നെഗറ്റീവ് വയർ, ഈ ബ്ലാക്ക് വയർ, ഇത് നമ്മളെ ബാറ്ററിന്റെ നെഗറ്റീവ് വയറിനെ സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇങ്ങനെ. കണ്ടില്ലേ. അപ്പൊ ഇനി നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക്. അപ്പൊ നമ്മളെ കേബിള് നമ്മുടെ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്.
സ്വിച്ച് ഓൺ ആക്കാൻ കേട്ടോ. കണ്ടങ്ങളെ നമ്മൾ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് 4 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യട്ടോ. നമുക്ക് ഏത് വലിയ ബാറ്ററി ആണെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. 4 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യട്ടോ. നിങ്ങള് ഇത് 4 വോൾട്ടാണ്. നിങ്ങള് ഇത് 4 വോൾട്ട് ഒരു AC ബാറ്ററി കാണുന്നതല്ലേ. അതിന് വിദ്യമാനി പുറത്തേക്ക് നിങ്ങൾക്ക് നീ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടുന്ന് 2 വയർ വലിച്ചു കൊടുത്താൽ മതി. അതായത് പ്ലസ് മൈനസ് കണ്ടോ, ഇവിടുന്ന് 2 വയർ വലിച്ചു കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് അറിഞ്ഞ കേസുള്ള സിമ്പിൾ കേസാണിത്. ഇത്